നമസ്കാരം. ഞാൻ ജിതിനുണ്ണികളും ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ കഴിഞ്ഞ കുറച്ച് വർഷക്കാലമായിട്ട് പ്രവർത്തിച്ചു വരുന്ന ഒരു വ്യക്തിയാണ്. 2023 ഡയറക്റ്റ് സെല്ലിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു പുസ്തകം മലയാളത്തിൽ ഇറക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇന്ന് നിലവിൽ ആമസോണിലൊക്കെ അത് ലഭ്യമാണ്. തീർച്ചയായും നിങ്ങൾ ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രി ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ ഒരു പുസ്തകം വാങ്ങി നിങ്ങളൊക്കെ വായിക്കുക. മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് വിജയത്തിലേക്കുള്ള വഴികാട്ടി എന്നാണ് ആ ഒരു പുസ്തകത്തിൻ്റെ പേര്. അപ്പോൾ ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോയിൽ വരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കണ്ടു. ആ ഒരു വാർത്തയായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വരുന്നത്. കാരണം എനിക്ക് തോന്നി ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രി ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് ആ ഒരു വാർത്ത അവരറിയണം എന്നുള്ളത്. അതുകൊണ്ടാണ് ഇങ്ങനെയൊരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. മറ്റൊന്നുമല്ല, കഴിഞ്ഞ ദിവസം വന്നിരിക്കുന്ന ഒരു വാർത്ത ഇങ്ങനെയാണ്: ഡയറക്റ്റ് സെല്ലിംഗ് നിയമലംഘനം 17 സ്ഥാപനങ്ങൾക്ക് സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റിയുടെ നോട്ടീസ് എന്നുള്ളത്. അപ്പോൾ ഇതിൽ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇനി അങ്ങോട്ട് ഇന്ത്യൻ ഡയറക്റ്റ് സെല്ലിംഗ് മേഖലയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു കുതിച്ചുചാട്ടമാണ് വരാനിരിക്കുന്നത്. കാരണം നമ്മൾ പറയല്ലേ സുവർണ കാലഘട്ടം എന്നുള്ളത്, അതുപോലത്തെ ഒരു കാലഘട്ടമാണ് ഇനി വരാൻ പോകുന്നത്. കാരണം ഇന്ത്യ ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള 2021 റൂൾസിൽ പറഞ്ഞിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ കൃത്യമായിട്ട് പാലിക്കപ്പെടുന്ന കമ്പനികൾക്ക് ഇനി അങ്ങോട്ട് എന്തുണ്ടാവും, ഈ പറയുന്ന ഇന്ത്യൻ മാർക്കറ്റ് നല്ല രീതിയിൽ ബിസിനസ് ചെയ്ത് പോകുവാൻ സാധിക്കുകയുള്ളൂ. അല്ലാത്ത പക്ഷം ഇതുപോലെ ഈ പറയുന്ന സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റിയുടെയൊക്കെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള നോട്ടീസുകളും കാര്യങ്ങളൊക്കെ വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അപ്പോൾ ജെന്യൂനായിട്ടുള്ള നല്ല ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന, മാർക്കറ്റ് വിലയേക്കാൾ കുറച്ചുകൊണ്ട് ഉൽപ്പന്നങ്ങൾ കൊടുക്കുന്ന കമ്പനികൾക്കായിരിക്കും ഇനി ഒരു പക്ഷേ മുന്നോട്ടുള്ള യാത്രയിൽ ഏറ്റവും കൂടുതൽ മൂവ്മെൻ്റ് ഉണ്ടാവുക എന്ന് വേണം നമുക്ക് ഈ ഒരു വാർത്തയോടുകൂടി നമ്മൾ കാണേണ്ടിയിരിക്കുന്നത്. കാരണം ഇപ്പോൾ ഈ ഒരു 17 കമ്പനികൾക്കെതിരെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർക്കത് തിരുത്തുവാനുള്ള ഒരു സമയം ഈ പറയുന്ന CCPA കൊടുത്തിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഇപ്പം നിലവിലുള്ള ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനികളൊക്കെ തന്നെ ഇനി വരും കാലഘട്ടത്തിൽ അവരിപ്പോൾ ചെയ്യുന്നത് ഈ ഒരു തെറ്റായ രീതിയിലാണെങ്കിൽ അവരെല്ലാവരും അത് തിരുത്തേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് നിലവിൽ ഇന്ത്യൻ മാർക്കറ്റ് നിലനിൽക്കുന്നത്. കാരണം ഇപ്പം നിലവിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനികളുണ്ട്. പക്ഷേ ആ കമ്പനികളെല്ലാം തന്നെ കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണോ ചെയ്തു പോകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ അല്ല എന്ന് തന്നെ നമുക്ക് ഉത്തരം പറയേണ്ടി വരും. അപ്പോൾ അത്തരത്തിലുള്ള കമ്പനികളെ സംബന്ധിച്ച് അവരെല്ലാം ഒരു തിരുത്തലുകൾക്ക് തയ്യാറാവേണ്ട ഒരു സാഹചര്യമാണ് കടന്നു വരുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നിങ്ങളൊക്കെ നാളുകളിൽ ഏതെങ്കിലും ഒരു ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനികളിൽ ഒരു പക്ഷേ പുതുതായിട്ട് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും. അങ്ങനെയുള്ള വ്യക്തികളാണ് നിങ്ങളെങ്കിൽ നിങ്ങളവിടെ ശ്രദ്ധിക്കേണ്ട 1-2 പോയിന്റുകൾ ഈ ഒരു CCPA തന്നെ പറഞ്ഞിരിക്കുന്നുണ്ട്. അതായത് പറയുന്നത്, വലിയ എമൗണ്ട് മുടക്കിയിട്ട് ജോയിൻ ചെയ്യുന്ന ഒരു സംവിധാനമാണ് എങ്കിൽ നിങ്ങൾ ആ കമ്പനിയിൽ അസോസിയേറ്റ് ചെയ്യരുത്, അല്ലെങ്കിൽ അത് ശ്രദ്ധിക്കണം എന്നുള്ള ഒരു പോയിന്റ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് അറിയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ റിക്രൂട്ട്മെൻറ്റിങ് മാത്രം നടത്തുന്ന കമ്പനികളാണെങ്കിൽ അത്തരം കമ്പനികളെയും വളരെയധികം ശ്രദ്ധിക്കണം എന്ന് പറയുന്നു. അതുപോലെ തന്നെ എന്താ പറയുക, റിട്ടേൺ കൊടുക്കാത്ത അല്ലെങ്കിൽ റിട്ടേണിനൊക്കെ വേറെ എന്തെങ്കിലും ന്യായീകരണങ്ങൾ പറയുന്ന കമ്പനികളൊക്കെ ആണെങ്കിൽ അത്തരം കമ്പനികളെ നമ്മൾ സൂക്ഷിക്കണം എന്നുള്ള പോയിന്റും അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. മാത്രമല്ല ഇന്ത്യയിൽ തന്നെ കഴിഞ്ഞ ഒരുപാട് വർഷക്കാലമായിട്ട് അറിയുന്ന കുറച്ച് കമ്പനികളുടെ ലിസ്റ്റുകളാണ് ഈ 17 കമ്പനികൾ എന്ന് പറയുന്നത്. അപ്പം ഞാൻ എന്തായാലും ആ ഒരു കമ്പനികളുടെ പേര് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അതിൻ്റെ ആ ഒരു വാർത്ത ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് ഓൾറെഡി ഇതിൻ്റെ ഈ വീഡിയോയുടെ തുടർച്ച എന്നുള്ള രീതിയിൽ തന്നെ ഞാൻ ആ ഒരു വീഡിയോ മാത്രം ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നതായിരിക്കും. പക്ഷേ ഒരു കമ്പനിയെയും ഞാൻ കുറ്റപ്പെടുത്താനോ കാര്യത്തിനോ ഇല്ല. കാരണം ഈ കമ്പനികൾക്കെല്ലാം തന്നെ തിരുത്തുവാനുള്ള ഒരു സമയം എന്ത് ചെയ്തിട്ടുണ്ട്, ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്തരം കമ്പനികളെല്ലാം അത് തിരുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നാളുകളിൽ 100% ആ കമ്പനികളൊക്കെ ഇന്ത്യൻ മാർക്കറ്റിൽ തന്നെ വലിയ വിപ്ലവം തന്നെ സൃഷ്ടിച്ചേക്കാം. അപ്പോൾ അത് അവരങ്ങനെ തിരുത്തട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. പിന്നെ ഈ ഒരു വീഡിയോ ചെയ്തതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത്, നമ്മൾ ഒരു ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനിയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതെല്ലാം നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യണം എന്നുള്ള ഒരു കാര്യം നിങ്ങളുടെ മുന്നിലേക്ക് അറിയിക്കാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്തത്.
മാത്രമല്ല ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയുടെ ഇനി വരാനിരിക്കുന്ന കാലഘട്ടം അത്രമാത്രം മനോഹരമാണ് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ ഒരു വീഡിയോ. എന്തായാലും ഈ നമ്മുടെ ഈ പുതുതായിട്ട് വന്നിരിക്കുന്ന ഈ ഒരു ന്യൂസ്, ആ ന്യൂസിൻ്റെ ഒരു സ്ക്രീൻ റെക്കോർഡ് കൂടി ഞാൻ ഇതിനോടൊപ്പം തന്നെ ചേർക്കുന്നുണ്ട്. നിങ്ങളത് കാണുക, നിങ്ങളത് കണ്ടിട്ട് നിങ്ങൾ വിലയിരുത്തുക. നിങ്ങൾ ആ ഒരു കമ്പനിയായിട്ട് ബന്ധപ്പെട്ട് അസോസിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്ന വ്യക്തിയാണെങ്കിൽ അതിൽ മാറ്റങ്ങൾ വരുത്തണം എന്നുള്ള രീതിയിൽ തന്നെ നിങ്ങൾ എല്ലാവരും പറയുക. കാരണം ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രി ഇനി അങ്ങോട്ട് ഒരുപാട് ആളുകൾക്ക് തൊഴിൽ കൊടുക്കാനുള്ള ഒരു ഇൻഡസ്ട്രിയാണ്. അപ്പോൾ ആ ഒരു ഇൻഡസ്ട്രിയെ ഏറ്റവും മികച്ചതാക്കി മാറ്റണം. അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊക്കെ പ്രവർത്തിക്കുന്ന കമ്പനിയാണെങ്കിൽ ആ കമ്പനി മാനേജ്മെൻറ്റിനോട് ഒരു തിരുത്തലിന് തയ്യാറാവണമെന്ന് നിങ്ങൾ ആവശ്യപ്പെടണം. അപ്പോൾ എന്തായാലും ആ ഒരു വീഡിയോ ഇതിന് പിന്നാലെ കൊടുക്കുന്നു. അപ്പോൾ അതുകൂടി കണ്ടതിന് ശേഷം നിങ്ങളുടെ സുഹൃത്തുക്കളുടെ അടുത്തേക്ക് ഡയറക്റ്റ് സെല്ലിംഗ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളുടെ അടുത്തേക്ക്, അല്ലെങ്കിൽ നിലവിൽ ഡയറക്റ്റ് സെല്ലിംഗ് ചെയ്യുന്ന വ്യക്തികളുടെ അടുത്തേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഒപ്പം ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നാളുകളിൽ ഇനിയും ഒരുപാട് ഡയറക്റ്റ് സെല്ലിംഗ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോസ് ഈ ഒരു ചാനലിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. സോ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.